തെക്കേക്കര വില്ലേജ് ഓഫീസിൽ ജീവനക്കാരില്ലാത്തത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഒട്ടേറെ പേരെ ദുരിതത്തിലാക്കുന്നതായി പരാതി. തെക്കേക്കര പഞ്ചായത്തിലെ 20 വാർഡുകളും മാവേലിക്കര നഗരസഭയിലെ 6 വാർഡുകളുമാണ് തെക്കേക്കര വില്ലേജ് പരിധിയിലുള്ളത്. മാവേലിക്കര താലൂക്കിലെ ഏറ്റവും വിസ്തൃതിയുള്ളതും ജനത്തിരക്കേറിയതുമായ തെക്കേക്കര വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറും ജീവനക്കാരും ഇല്ലാത്തത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളും മാവേലിക്കര നഗരസഭയിലെ 6 വാർഡുകളുമാണ് തെക്കേക്കര വില്ലേജ് ഓഫീസിന്റെ പരിധിയിലുള്ളത്. വില്ലേജ് ഓഫീസിലെ തിരക്കും ജോലിഭാരവും പരിഗണിച്ച് 2 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരെയും 3 വില്ലേജ് അസിസ്റ്റന്റുമാരെയും ഒരു ടൈപ്പിസ്റ്റിനെയും നിയമിച്ചിരുന്നു. സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചതിനെ തുടർന്ന് തടക്കരയിലെ വില്ലേജ് ഓഫീസറെ തെക്കേക്കരയിലേക്ക് മാറ്റി നിയമിച്ചിരുന്നു. പുതിയ വില്ലേജ് ഓഫീസർ ചുമതലയേറ്റ ദിവസങ്ങൾക്കുള്ളിൽ നിലവിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ താലൂക്ക് ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചു. ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പുതിയതായി ചുമതലയേറ്റ വില്ലേജ് ഓഫീസറും അവധിയിൽ പോയി. പുതിയ അധ്യയന വർഷാരംഭത്തിൽ വില്ലേജ് പരിധിയിൽ ദൈനംദിനം 100 കണക്കിന് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം, ഭൂപ്രശ്നങ്ങൾ, കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ഭൂരേഖകളുടെ പരിശോധന എന്നിവ നടക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അത് ജീവനക്കാരില്ലാത്തതിനാൽ മുടങ്ങിയ അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. കൂടാതെ ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജായ തെക്കേക്കരയിൽ പുതിയ നിലയിലേക്ക് വില്ലേജ് രേഖകൾ മാറ്റാത്തതിനാൽ പുതിയ ആധാരങ്ങളുടെ നടപടികൾ നടക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. അടിയന്തരമായി ജീവനക്കാരുടെ കുറവ് നികത്തി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. CDNet ന്യൂസ്, മാവേലിക്കര.